നിങ്ങളിപ്പോൾ ഒരു ടോക്സിക് റിലേഷനിലാണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും? പലപ്പോഴും നമ്മൾ ഒരാളെടുത്ത് ദേഷ്യം വരുമ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഐ എം ഇൻ എ ടോക്സിക് റിലേഷൻ. സോ അതിപ്പം ഈ ഇടയ്ക്ക് നമുക്ക് ഈ വാക്കുകൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ തകരുന്നുമുണ്ട്. സോ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാം എന്താണ് ടോക്സിസിറ്റി, എങ്ങനെയാണ് ഒരു ടോക്സിക് ഒരു പാർട്ട്ണറിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതോ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണോ, ഇതിനെ പറ്റിയിട്ട് നമുക്കിന്ന് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഹീലാവാത്ത ഒരു പേഴ്സൺ, നമ്മളിപ്പം വൂണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ട്രോമാസ് ഉള്ള ഒരാൾ, ട്രോമാസ് ഇല്ലാത്തതായിട്ട് 90% ആളുകളിലും ട്രോമ ഉള്ള ആളുകളായിരിക്കും. സോ ആ പെയിൻ പോയിന്റിൽ നിന്നുകൊണ്ട് ആ ഒരു പെയിൻ ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പാർട്ട്ണർ, അത് ഓഫ് കോഴ്സ് അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു പെയിൻ തരുന്ന ഒരു പാർട്ട്ണറായിരിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പാർട്ട്ണറാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് പാർട്ട്ണറോ ആണെങ്കിലും നമ്മളൊരു പെയിനിൽ ഉണ്ടാവുന്ന സമയത്ത് സിമിലർ കൈൻഡ് ഓഫ് പെയിൻ ഉള്ളൊരു പാർട്ട്ണറിനെ ആയിരിക്കും നിങ്ങളും അട്രാക്റ്റ് ചെയ്തെടുത്തത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ആ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ അവിടെ ബിൽഡാവും. ആൻഡ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് പെയിനാണ്. ഇത് നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് കരുതിക്കോ, വീണ്ടും സംഭവിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് വീണ്ടും ആ ഒരു പെയിൻ ഫ്രീക്വൻസിയിലാണ്. ആ പെയിൻ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന അതേ ഫ്രീക്വൻസിയിലുള്ള ഒരാളെ, ഒരു പാർട്ട്ണറിനെ വീണ്ടും നമ്മൾ അട്രാക്റ്റ് ചെയ്യും. ഇതെവിടെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുക? ഇതിനൊരു എൻഡ് വേണമല്ലോ. എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ടോക്സിസിറ്റി ആണോ അട്രാക്റ്റ് ചെയ്യേണ്ടത്? അല്ല, ഒരിടത്ത് ഇതിനൊരു എൻഡ് ഉണ്ട്. ആ എൻഡ് സംഭവിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹീലാവുന്ന ടൈമിൽ. ഒരു പോയിന്റിൽ നമുക്ക് ആ ഒരു ടോക്സിക് ആ ഒരു റിലേഷൻ ഇത് തന്നെയാണ് എനിക്ക് മുന്നത്തെ റിലേഷനിലും കിട്ടിയതെന്ന് മനസ്സിലാവുന്ന ടൈമിൽ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അവെയർനെസ്, നമ്മൾ അവെയർ ആവാൻ തുടങ്ങും. ഇത് തന്നെ അല്ലേ അവിടെ സംഭവിച്ചത്. ഈ ഒരു അവെയർനെസ്സിൽ നമ്മളുടെ ഹീലിംഗ് സ്റ്റാർട്ടാവും. നമ്മൾ കോൺഷ്യസ് ആവാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ സിമിലർ കൈൻഡ് ഓഫ് ആളുകളിൽ നിന്ന് നമ്മൾ ആ പാഠം, ഓരോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ വരുന്നത് ആ ഒരു ലെസൺ തരാൻ വേണ്ടിയിട്ടാണല്ലോ. ഒബ്വിയസ്ലി ഓരോ ആളുകളും, നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആളുകളും അത് തീർച്ചയായിട്ടും നമ്മളെന്തോ പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ഒക്കെയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു ടോക്സിക് റിലേഷനിലും സംഭവിക്കുന്നത്. ശരിക്കും അവർ നമ്മളുടെ ടീച്ചേഴ്സാണ്, നമ്മളുടെ കർമാസിനെ റിഡ്യൂസ് ചെയ്യാൻ വന്ന ടീച്ചേഴ്സാണ്. സോ ബാക്ക് ടു ദ പോയിന്റ്, എവിടെ നമ്മളിത് ഹീലാകും എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റിൽ നമുക്ക് ഇനി ഇത് വേണ്ട. ബിക്കോസ് ചോയ്സ് നമുക്കുണ്ട്. നമ്മൾ പണ്ടുള്ള ആളുകൾ പറയുന്നത് എൻ്റെ കർമ്മമാണ്, എനിക്ക് ഇതൊക്കെ അനുഭവിച്ച് തീരാനാണ് എൻ്റെ യോഗം. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവെയർനെസ്സിൽ ആദ്യം വരിക. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവും. പലപ്പോഴും നമ്മൾ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നമ്മൾ കളയുന്നുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരുടെയെങ്കിലും ഒരു വാക്ക് നിങ്ങളിൽ ആ ഒരു അവെയർനെസ്സിലെത്തും, ആ ഒരു ബോധത്തിൽ വരും. ആ ബോധത്തിൽ ഏതോ ഒരാളുടെ വാക്കോ അല്ലെങ്കിൽ ഒരു കോട്ടോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു കോട്ടിലൂടെ നിങ്ങൾക്ക് ആ ഒരു അവെയർനെസ്സിലോട്ട് നിങ്ങൾ വരികയും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഓക്കെ എനിക്ക് ഇനി ഇത് പറ്റത്തില്ല, എനിക്ക് എപ്പോഴും ഈ ഒരു വിക്ടിം റോൾ എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഹീലാവണം. ഈ ഹീലാവണം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഭർത്താവാണ്, ഭാര്യയാണ് ഈ ഒരു ടോക്സിക് റിലേഷൻ നിൽക്കട്ടെ, നിങ്ങൾ പെയിൻ പാർട്ട്ണറിനെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബന്ധം വേർപെടുത്താനാണോ പറയുന്നത്? ഒരിക്കലും അല്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതായിട്ടുണ്ട്, ഐ മീൻ എ ടോക്സിക് റിലേഷൻ, സോ ഐ നീഡ് എ ഡിവോഴ്സ്. ഇത് പലരും പറഞ്ഞു കേട്ടിട്ട് പറയുന്ന കാര്യമാണ്. ഇത് ഡിവോഴ്സ് ചെയ്ത് പോകണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, യു ക്യാൻ ഡു ഹീലിംഗ്. നിങ്ങൾക്ക് ഇവിടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല ശരിക്കും പ്രോബ്ലം, കമ്മ്യൂണിക്കേഷനാണ് ഇഷ്യൂസ്. ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ടും നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്തതും ഗ്രേറ്റ്ഫുൾ ആവാനും പറ്റാത്തതും റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റാത്തതും അതൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂ. സോ ഇതാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ബന്ധം മുറിച്ച് കളയല്ല.
ഈ പെയിൻ പോയിന്റിൽ അട്രാക്റ്റ് ചെയ്യുന്ന ഓരോ ആളുകൾ നമ്മളുടെ ലൈഫിൽ തരുന്ന ലെസൺസ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഈ സിറ്റുവേഷൻ എന്താണോ, ഇഫ് യു റിയലി നീഡ് എ ഹീലിംഗ്, സ്റ്റാർട്ട് നൗ. ഇപ്പം മുതൽ തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? ആ ഫോർഗീവ്നെസ്സിലൂടെ. ഇതെല്ലാം നമ്മുടെ ലൈഫ് ലെസൺ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു നിമിഷം നിങ്ങളുടെ ആ ടോക്സിക് പാർട്ട്ണർ, അത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ലവറോ പാരൻസോ ആരോ ആയിക്കൊള്ളട്ടെ, ഞാൻ ഇന്ന് പെർട്ടിക്കുലർലി പറയുന്നത് ഹസ്ബൻഡ് വൈഫും കേട്ടോ. കാരണം ഇപ്പം നിറയെ കാണുന്നത് എൻ്റെ അടുത്ത് വരുന്ന ഹീലിങ്ങിനകത്ത് പറയുന്ന മെയിനായിട്ടുള്ള ഇഷ്യൂ ആണ്, എൻ്റെ വൈഫ് ഭയങ്കര ടോക്സിക്കാണ്, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ടോക്സിക്കാണ്, എനിക്കിത് പറ്റില്ല മാഡം, എനിക്കിത് ബ്രേക്ക് ചെയ്ത് പോകണം, 2 കുട്ടികളുണ്ട്, ഇറ്റ്സ് ഓക്കെ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ അവരെ നോക്കിക്കോളും. ഈ തരത്തിലാണ് ടോക്സിക് എന്ന് പറഞ്ഞാൽ അപ്പടിയെ ബ്രേക്ക് ചെയ്യാന്നാണ് ഇവർ പറയുന്നത്. അങ്ങനല്ല, യു ഹാവ് ഓപ്ഷൻ. ഇത് റിയലി ദിസ് ഈസ് നോട്ട് എ റിലേഷൻഷിപ്പ് ഇഷ്യൂ, ദിസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. ആ കമ്മ്യൂണിക്കേഷൻ എവിടെയാണ്? ഹസ്ബൻഡും വൈഫും തമ്മിൽ നിങ്ങളോട് തമ്മിൽ, ഐ മീൻ നിങ്ങളുടെ ഇന്നർ സെൽഫിൻ്റെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ഹീലിംഗ്. ഓക്കെ, അവിടെ നമ്മൾ കറക്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു ബ്രേക്കപ്പിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു ടോക്സിസിറ്റിയും പിന്നെ നിലനിൽക്കില്ല. എപ്പോൾ? വെൻ യു സ്റ്റാർട്ട് ഹീലിംഗ്. സോ സ്റ്റാർട്ട് ഫ്രം ടുഡേ. ഇഫ് യു നീഡ് ഗൈഡൻസ് യു ക്യാൻ കണക്ട് മീ. ആത്മസൗഖ്യമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഹീലേഴ്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ആത്മസൗഖ്യത മാത്രം എടുത്ത് പറയുന്നില്ല, ദർ ആർ ലോട്ട്സ് ഓഫ് ഹീലേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ആദ്യം മനസ്സിലാക്കിയത് ഈ ഒരു പ്രോബ്ലം അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. സെൽഫ് ഹീലിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒരാളെ കൊണ്ട് ഹീൽ ചെയ്യാം. എനിക്കും ഇഷ്യൂസ് വരാറുണ്ട്. എനിക്ക് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഐ വിൽ ഓൾസോ ഫൈൻഡ് എ ഹീലർ ടു ഹീൽ മൈ ഇഷ്യൂസ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സോ അതുകൊണ്ട് നമുക്ക് സെൽഫ് ഹീലിങ്ങിനെ കാട്ടി നമ്മൾക്ക് ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയി നമുക്ക് അവരുടെ ഒരു ഗൈഡൻസ് എടുത്തിട്ട് നമുക്ക് ഹീൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പക്ഷേ എവിടാണ് വേണ്ടത്? ആ അവയർനെസ് ഉണ്ടാവണം. എനിക്ക് ഹീലാവണം. ഐ എം ഗോയിങ് ത്രൂ ദിസ് ഈസ് ഓൾ മൈ ലൈഫ് ലെസൺസ്. ഞാൻ ഈ പോകുന്നത്, ഞാൻ ഇമീറ്റ് ചെയ്തത്, ഇതൊക്കെയും എൻ്റെ ലെസൺസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള അവയർനെസ്സിൽ, ഒബ്വിയസ്ലി അവയർനെസ്സിലോട്ട് എത്തിയാൽ മാത്രമേ ഒരു ഹീലിങ്ങിലോട്ട് പോകുള്ളൂ. പക്ഷേ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യു ഫസ്റ്റ് ഡൂ ഹോപ്പനൊപ്പോനോ. ഞാൻ എപ്പോഴും പറയാം, ദിസ് ഈസ് എ മാജിക്കൽ പിൽ. നിങ്ങൾക്ക് മാറണോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണോ, നിങ്ങളുടെ കൊളീഗിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണോ, നിങ്ങളുടെ ബോസിനെ മാറ്റിയെടുക്കണോ, ഹൂ എവർ, ആരെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണമെന്ന് തോന്നുന്നു അവരല്ല മാറേണ്ടത്, നിങ്ങളാണ് മാറേണ്ടത്. അവരെ മാറ്റണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ഹീലാവണം. നിങ്ങൾ ഹീലാവുമ്പം ഓട്ടോമാറ്റിക്കലി അവർ മാറും. സോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടോക്സിക് ആയിട്ടൊന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കേട്ടോ. അങ്ങനെ തോന്നുന്ന പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോപ്പനൊപ്പുറോ ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിനകത്ത് മാറ്റം വരും. പലപ്പോഴും 20-25 വർഷം കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളും ഉണ്ട്. ഇതേപോലെ ഇപ്പോഴും പറയുന്നത്, ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ. അതൊക്കെ കടന്നു പോയില്ലേ, ആ സമയവും കടന്നുപോയി. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് സമാധാനമല്ലേ. ഏത് റിലേഷനിലാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കാൻ നോക്കുക. ആണുങ്ങൾക്ക് വേണ്ടത്, ഞാൻ സ്ത്രീകളോട് പറയാം, പുരുഷന്മാർക്ക് വേണ്ടത് അവർക്ക് സ്പേസ് ആണ് വേണ്ടത്. അവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ എന്താ ചെയ്യാം, എന്നെ കെയർ ചെയ്യുന്നില്ല, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നുള്ള ഇമോഷൻ തരത്തിലായിരിക്കും സ്ത്രീകൾ റിയാക്ട് ചെയ്യുക. പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല, എന്നെ ഒന്ന് വെറുതെ വിടാമോ, എനിക്ക് കുറച്ച് സമയം, എനിക്ക് ഇച്ചിരി സമാധാനം തരാമോ. ഓൾറെഡി ഇത് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് റിയലി വേണ്ടത്. പുരുഷന്മാരുടെ അടുത്ത് ഞാൻ പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് വെർബലി കേൾക്കണം, അവർക്ക് ആ ഒരു ടച്ചിൽ കിട്ടണം. ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്. പുരുഷന്മാരെ സംബന്ധിച്ചെടുത്ത്, അതായത് സ്ത്രീകളെടുത്ത് പറയാം, അവർക്ക് വേണ്ടത് റെസ്പെക്റ്റാണ്. അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നും. അവരിൽ ഞാൻ സെക്യൂർ ആണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ
അവർക്കത് മതി. സോ ഇതാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇതിൻ്റെ ആ ഒരു കെമിസ്ട്രി മനസ്സിലാക്കിയാൽ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നതാണ് ഫാമിലി ലൈഫ്. ഓക്കെ, സോ ദർ ഇസ് നോ ടോക്സിസിറ്റി. ഡു ഹോപ്പനോപ്പനോ ഫ്രം നൗ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ആത്മനമസ്തേ.